ജൂലൈ 27 ഞായറാഴ്ച. ലൂക്ക 11:1 മുതൽ 13 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം കേൾക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ശിഷ്യന്മാർ യേശുവിനെ പലതവണ പ്രാർത്ഥനയിൽ കണ്ടപ്പോൾ പലപ്പോഴും അവൻ ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. പിതാവുമായുള്ള അവൻ്റെ ബന്ധം അത്ഭുതകരവും അതിശയകരവുമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ ബന്ധത്തിൻ്റെ ഒരു പ്രധാന ഭാഗം പ്രാർത്ഥനയാണെന്നും അവർക്ക് ഉറപ്പായിരുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും പിതാവുമായുള്ള അവൻ്റെ ബന്ധത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നേടാനും അവർ ആഗ്രഹിച്ചു. അങ്ങനെ ദൈവവുമായി ആഴത്തിലുള്ള ബന്ധത്തിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം അവർക്കും മനസ്സിലാക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു അവർക്കൊരു മാതൃക നൽകി. അവൻ തൻ്റെ ശിഷ്യന്മാരെ സ്വർഗസ്നാനികളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഈ പ്രാർത്ഥന അതിൻ്റെ ലാളിത്യത്തിനും സംക്ഷിപ്തതയ്ക്കും പേരുകേട്ടതാണ്. ലളിതവും അതേസമയം ശക്തവുമായ ഒരു പ്രാർത്ഥനയാണിത്. യേശു ഇങ്ങനെ തുടങ്ങുന്നു: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ദൈവം നമ്മുടെ പിതാവാണ്. അവൻ വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ടവനുമാണ്. നിന്റെ രാജ്യം വരട്ടെ, അതായത് നിന്റെ രാജ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, അത് ഭൂമി മുഴുവൻ നിറയട്ടെ. നിന്റെ തിരുമനസ് ഭൂമിയിൽ നിറവേറട്ടെ. ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം ഭൂമിയിൽ നിറവേറട്ടെ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ഞങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഞങ്ങൾ നിന്നിലേക്ക് നോക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. പ്രാർത്ഥന നമ്മളിൽ ഓരോരുത്തരെയും മാറ്റുന്നതിനെക്കുറിച്ചാണ്. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ശരിക്കും ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു. ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല, അവർ അത് അർഹിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞേക്കാം. പക്ഷെ നാമം വാസ്തവത്തിൽ അർഹിക്കുന്നില്ല ദൈവത്തിൻ്റെ ക്ഷമ. എന്നിട്ടും ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. നമ്മൾ ക്ഷമിക്കാൻ വിസമ്മതിച്ചാൽ ആ കയ്പിൻ്റെ പേര് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കും. യേശു പറയുന്നത് അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയും ബാധിക്കും എന്നാണ്. പ്രലോഭനത്തിലേക്ക് നമ്മെ നയിക്കരുത്. അതിനുള്ള ഏറ്റവും നല്ല വിശദീകരണം ബൈബിളിലുടനീളം നമുക്ക് കാണാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കാൻ കഴിയുമെന്ന് ചിത്രീകരിക്കാൻ യേശു പറയുന്ന ഒരു ഉപമയാണ് അർദ്ധരാത്രിയിൽ വന്ന് ഒരു സുഹൃത്ത് തൻ്റെ വീട്ടിൽ വന്ന വിരുന്നുകാരന് അപ്പം ആവശ്യപ്പെടുന്നത്. കൂടാതെ യേശു പറയുന്നു, ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ. സ്ഥിരമായും ധൈര്യത്തോടെയും ഇടതടവില്ലാതെയും. ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക എന്നാൽ സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുക എന്നതാണ്. അത് നമ്മെ ശല്യപ്പെടുത്തുന്ന ഒരു കുട്ടിയെപ്പോലെയല്ല, മറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ച്
ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ പ്രാർത്ഥന വായിക്കുകയോ ചൊല്ലുകയോ ചെയ്യുമ്പോൾ അത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ ഗൗരവമായി എടുക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവം നമ്മൾ അവൻ്റെ വചനത്തെ ഗൗരവമായി എടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വിശുദ്ധമായ ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.